ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഷിജയുടെ ബർത്ത്ഡേയുടെ സെലിബ്രേഷനും അതിൻ്റെ ഇടയ്ക്കുണ്ടായ ഓരോ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച വീഡിയോ ആണ് കേട്ടോ. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇന്നത്തെ മൂന്നാം ദിവസമാണ് ലേറ്റായി അപ്ലോഡ് ചെയ്യാൻ. എന്നത്തെയും പോലെ അന്നും പതിപോലെ രാവിലെ എഴുന്നേറ്റ് ഓരോ കാപ്പിയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് കുശലൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ഷിജോ നേരെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാകാൻ പോയി. ഞാൻ നേരെ കിച്ചണിലോട്ടും പോയി കേട്ടോ. അന്നത്തെ വിഭവം എന്നൊക്കെ പറഞ്ഞാൽ ഷിജോയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെയായിരുന്നു ഞാൻ ആക്കിയത്. രാവിലെ വെള്ളയപ്പവും മുട്ട സ്റ്റൂ ആയിരുന്നു. മുട്ട റോസ്റ്റ് ആണെങ്കിൽ ഷിജോയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ വെള്ളയപ്പത്തിൻ്റെ കൂടെ. അങ്ങനെ അതൊക്കെ ആക്കി ഓരോരോ വെള്ളയപ്പം ഇങ്ങനെ ചുട്ട് കാസറോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. അങ്ങനെ എല്ലാം റെഡിയാക്കി ടേബിളിൽ കൊണ്ട് സെറ്റ് ചെയ്തു. ആ സമയം കൊണ്ട് ഷിജോ റെഡിയായി കഴിക്കാൻ വന്നു കേട്ടോ. അങ്ങനെ ഷിജോയ്ക്ക് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ സെറാനെ വേഗം എണീപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് റെഡിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്കൊക്കെ വളരെ അഭിമാനത്തോടെ എടുത്തുകൊണ്ട് വന്ന് ടേബിളിൽ കൊണ്ട് സെറ്റ് ചെയ്തു. അങ്ങനെ പ്രാർത്ഥിച്ചു. നല്ലൊരു പാർട്ട്ണറെ എനിക്ക് തന്നതിന് ദൈവത്തോട് നന്ദിയൊക്കെ പറഞ്ഞു. കേക്ക് കട്ട് ചെയ്തു കേട്ടോ. സമയം വളരെ കുറവായിരുന്നു, കുറച്ച് ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാം പടപടയെന്ന് ചെയ്തു. കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ രണ്ടും കൂടെ കൊടുത്ത്. ജേഡനില്ലാത്തൊരു വിഷമമുണ്ട്. ജേഡൻ നല്ല ഉറക്കമാണ് കേട്ടോ, എണീപ്പിച്ചില്ല. നല്ല കേക്കാന്നൊക്കെ ഷിജ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ബൈ ബൈ പറഞ്ഞ് സ്കൂളിലോട്ട് പോയി കേട്ടോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം ഞാൻ ഒരു കുഞ്ഞു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കി. നല്ല അടിപൊളി നല്ല സോഫ്റ്റായ കേക്കായിരുന്നു കേട്ടോ, കൊള്ളാം. ഷിജോയെ സംബന്ധിച്ച് ഷിജോയ്ക്ക് ബിരിയാണിയൊക്കെ കഴിക്കുന്നേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ പായസവും നാടൻ ചോറൊക്കെയാണ്. ഒത്തിരി സന്തോഷമാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്താൽ. ചെറുപയർ പായസം ഷിജോയ്ക്ക് ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഷിജോ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്കും ചെറുപയർ പായസമൊക്കെ ആക്കിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഷിജോയുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് 11th സ്റ്റുഡൻസ് വന്നിട്ട് എൻ്റെ അടുത്ത് ഉച്ചയായപ്പോഴത്തേക്കും വന്ന് അനുവാദം ചോദിച്ചു. മാഡം, ഞങ്ങൾ വൈകുന്നേരം വന്ന് സാറിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തോട്ടെ. ഞാൻ ഓക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അവരൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ അടുത്ത് ഞങ്ങൾ വരുന്ന കാര്യം റിവീൽ ചെയ്യരുത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, സെറ്റ്, നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഷിജോയുടെ അടുത്ത് ഞാനത് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 7:30 ആയി, വൈകുന്നേരം 7:30 ആയപ്പോഴത്തേക്കും പിള്ളേർ വന്നു കേട്ടോ. ഷിജോയ്ക്ക് ആകപ്പാട് സർപ്രൈസായി പോയി. പിള്ളേർ വരുമെന്നൊന്നും ഷിജോ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. ഏതായാലും അവരെ ഉള്ളിലോട്ട് വിളിച്ചിരുത്തി കേക്കും ലേസൊക്കെ ആയിട്ടാട്ടോ അവർ വന്നത്. അങ്ങനെ അവരുടെ അടുത്ത് ഞാൻ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഷിജോയുടെ ടീച്ചിങ്ങിനെ കുറിച്ചും സാർ എങ്ങനെയാണ് ക്ലാസ്സിൽ നിന്നൊക്കെ ചോദിച്ചു അവരോരോരുത്തരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. നല്ല ഹാപ്പിയാണ് സാറ് പഠിപ്പിക്കുന്ന കാര്യത്തിലും സാറിൻ്റെ ക്ലാസ്സിലെ പെർഫോമൻസിലൊക്കെ. ഇതാണ് കേട്ടോ അവർ കൊണ്ടുവന്ന കേക്കിൽ അവരെൻ്റെ പേരും പരിഗണിച്ചു. അതുകൊണ്ട് എനിക്ക് ഹാപ്പിയായി. അങ്ങനെ ഷിജോ ലവ് ജാക്കു എന്നൊക്കെ കേട്ടോ അവർ എഴുതിയേക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത് അവരോരോരുത്തരായിട്ട് ഷിജോയ്ക്ക് കേക്കൊക്കെ അങ്ങനെ അങ്ങ് കൈമാറി കേട്ടോ. പിന്നെ എനിക്കറിയാമായിരുന്നു ഇവർ എൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് വന്ന് അനുവാദമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് പായസം ഞാൻ ഇവർക്കും കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ ആദ്യമായിട്ടാണ് നമ്മുടെയൊക്കെ സ്റ്റൈലിലുള്ളൊരു പായസം കഴിക്കുന്നത്. ഏതായാലും പിള്ളേർ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പായി നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ അവർ ബൈ ബൈ പറഞ്ഞു പോയി കേട്ടോ. അപ്പോഴത്തേക്കും അടുത്ത ബാച്ച് താഴെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ വരാനായിട്ട്. 10th സ്റ്റുഡൻസ് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവർ താഴെ നിന്ന് വിളിച്ച് പറയുകയാണ്, വേഗം താഴോട്ട് പോകാൻ, ഞങ്ങൾക്ക് മേലോട്ട് കയറി വരണം എന്നും പറഞ്ഞ്. അങ്ങനെ ഇവർ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ താങ്ക് യു ഒക്കെ പറഞ്ഞ് അങ്ങനെ അവർ പോയി. ആ സമയം കൊണ്ട് 10th സ്റ്റുഡൻസ് എല്ലാവരും കൂടെ വന്നു കേട്ടോ. എല്ലാവരും അവരുടെ കയ്യിലും ഉണ്ടായിരുന്നു 2 കേക്ക്. ഉള്ളോട്ട് കയറാൻ വേണ്ടി അവരിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു രംഗമാണ് കേട്ടോ. ഒരാൾ കയറിയിട്ട് പിന്നെ തിരിച്ചിറങ്ങി എല്ലാവരും കൂടെ ഒരുമിച്ച് കയറാനുള്ളൊരു പ്രിപ്പറേഷനാണ് കേട്ടോ. അങ്ങനെ അവരോരോരുത്തരായിട്ട് ഉള്ളിലോട്ട് കയറി. പിള്ളേരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഉള്ളിലോട്ട് കയറി കേക്കൊക്കെ ടേബിളിൽ വെച്ചു. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വരുന്ന കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എനിക്കൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പായസം ഉണ്ടായിരുന്നില്ല കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന കേക്കിൽ നിന്ന് തന്നെ കുറച്ച് പീസാക്കി അവർക്ക് കൊടുത്തു കേട്ടോ. എന്താണെങ്കിലും പിള്ളേർ ഹാപ്പിയാണ് കേട്ടോ. അവർക്ക് അങ്ങനത്തെ എന്നാ അവരുടെ സാറിൻ്റെ കൂടെ വന്ന് ജസ്റ്റ് ഒന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം, അതൊക്കെയാണ് അവരുടെ മൈൻഡിൽ. അല്ലാണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് അങ്ങനെയൊന്നുമല്ല കേട്ടോ. എന്താണേലും അവരും ഒരു 10-20 മിനിറ്റ് അവിടെ ഇരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് അവരും ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയി കേട്ടോ. ഏതായാലും ഈ വർഷത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ അടിപൊളിയായിരുന്നു. കുട്ടികളെല്ലാവരും കൂടെ വന്ന് ഷിജോയ്ക്കും സന്തോഷമായി. അങ്ങനെ ബൈ പറഞ്ഞവർ പോയി. ഇതാണ് കേട്ടോ
ഞങ്ങൾ ഷിജോയ്ക്ക് വേണ്ടി മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ്. ലേറ്റായി വരാൻ, എന്നാലും ആൾ ഹാപ്പി ആയിട്ടോ കണ്ടപ്പം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.